മുതലാളി ഞങ്ങളുമായി എഴുന്നള്ളുന്നേ. നിങ്ങൾ വഴിമാറിക്കോ. ഇത്തവണ മുടിഞ്ഞ കൊയ്ത്താണ് കേട്ടാ. എടാ പോവാ, എന്റെ ബ്ലസിമോള് മീൻ പെയ്ത്ത് കാണാൻ വന്നിട്ട് ചാള മാത്രമേ ഉള്ള. നെയ്മീനില്ലേടാ? മീൻ കടലിലുണ്ട് മുതലാളി. പുളക്കല്ലേ അരക്കനിട്ട് പുളക്കല്ലേ കേട്ടാ. എടി ബ്ലസിക്കൊച്ചേ, നീ ഡിഗ്രി പാസ്സായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. മുമ്പളെ കുലത്തൊഴിൽ ഇതാണല്ല. അത് ശരിയാണ്. മുതലാളിയുടെ കാലശേഷം കടലിലാട്ട് പോകാൻ ഈ ഒരു ബന്ധരിയല്ലേ ഉള്ളൂ. കടലിൽ പോകാൻ ഒറ്റ കുത്തുവെച്ചല്ല. ഇവനാള് സ്വയംവരാണ് കേട്ടാ. എന്നതാടി ഈ ഊമ്പാട് നമ്മുടെ ആരോഗ്യം. ഇത് തരത്തില്ല കേട്ടോ. അവൻ പിടിച്ച മീനാണ്, ഞാൻ ചോദിച്ചിട്ട് പോലും തരണില്ല. എടാ ബ്ലാക്ക്, ഇതിന് എത്ര വേണച്ചാ തരാം. ഇത് കൊടുക്കാനല്ലെന്നേ. അന്നാ നീ കൊണ്ടുപോ. നല്ല വില പറയുന്നുണ്ട് മകനെ. കൊടുത്തിട്ട് ഷാപ്പിൽ പോവാടാ. ഷാപ്പിൽ പോവാം, പക്ഷെ ഇത് കൊടുത്തിട്ട് ഷാപ്പിൽ പോവാൻ കുറെ പുളിക്കും. എടാ ബ്ലാക്ക്, ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഉണ്ടല്ലോ. ഹനുമാൻ കുമ്പാരി അല്ല, ഹനുമാൻ വക്കച്ച. ഇവൻ പൊളപ്പൻ മകനെ. ഒറ്റ വില എന്നാ വേണം? ഇത് മുതലാളിക്ക് തരത്തില്ല, ഇത് വേറെ ആളൊക്കെള്ളതാ. മുതലാളിക്ക് കൊടുക്കാൻ നീ വേറെ ആൾക്കാർ കൊടുക്കാൻ പോണത്. ഞാൻ കാണിച്ചു തരാം. ബ്ലച്ചിക്കൊച്ചന് ബ്ലാക്കിന്റെ വക സമ്മാനം. അപ്പന്റെ മകൻ തന്നെയാണ്. അല്ല മിസ്റ്റർ തറയണ, എടോ ഞാൻ തറയാൻ മുതലാളിയാണോ? നിങ്ങ ആരാണ്? ഹോൾഡിംഗ് ചെയ്യാനാ? എടോ ഹോൾഡിംഗ് ചെയ്യാൻ പറയണ. ഹോൾഡിംഗ് ചെയ്യാൻ പറഞ്ഞ എന്റെ മാതാവേ, ഇത്രയും മുട്ടൻ തെറി പറഞ്ഞ ആരാണവൻ? കുളിച്ചതെറി അങ്ങാട് പറഞ്ഞ മുതലാളി. കാവേന പോവാണ്. എടാ നിന്റെ അപ്പാണെന്ന് പറയണ. അയ്യോ കുമാരൻ സാറാ, എനിക്ക് അണ്ടർസ്റ്റാൻഡിംഗുമായില്ല കേട്ടാ. ഇപ്പൊ എവിടുന്നാണ് വിളിക്കണത്? ബോംബെന്നാ. പിന്നെ വിശേഷം വല്ലതും ഉണ്ടാ? മകളാ? അല്ല കുമാരൻ സാറേ, മകള് പുറത്തെങ്ങാണ്ട് പോയിരിക്കായിരുന്നല്ല. എവിടാ? മുമ്പളെ വൈദ്യുതി പൂസതിന്റെ അടുത്താ. പിന്നെ എന്നാത്തിനാണ്? ഫസ്റ്റ് പുള്ളി ആളൊരു തിമിങ്ങലാണ് അല്ലേ? മകളെന്നാണ് ഇങ്ങോട്ട് വരണത്. കർത്താവേ, നാളെയാ? നാളെ വന്നിട്ടെന്ന്. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റി. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അല്ല വെള്ളം കുടിച്ചു പോയി കേട്ടാ. വിളിച്ചത് എവിടുന്നെന്ന് അറിയായ? ബോംബെന്ന്. ആരാന്നറിയായ? കുമാരൻ സാറ് എന്റെ ഫ്രണ്ട്സാണ്. അവിടുത്തെ പോലീസ് മന്ത്രിയാടാ. കടലിൽ മീൻ പിടിക്കണ 5-8 കപ്പലുണ്ട് പുള്ളിക്കാരന്. എടാ നമ്മുടെ 2 കപ്പല് വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടാ. നമ്മ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ കാഴ്ച നമ്മക്ക് തരും കേട്ടാ. ആ കുമാരൻ സാറിന്റെ മകൾ ഇങ്ങേറ്റ് വരികയാണ്. ആ കൊച്ചിന്റെ ആക്കിട്ടാണ് കേട്ടാ. അമേരിക്ക പോയി FACT ഒക്കെ പാസ്സായതാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എടാ പൂവന്മാരെ, ആ കൊച്ചു നമ്മുടെ മൂസറിന്റെ അടുത്ത് പരീക്ഷണം പഠിക്കാൻ വരികയാണ്. ടൗണിൽ അവർക്ക് വലിയ മംഗളാവൊക്കെ ഉണ്ടടി. പക്ഷെ ആരുടെ ഭവനത്തിങ്കിലാണ് വരണത്? ഈ തലകന്റെ ഭവനത്തിങ്കൽ. അപ്പൊ ആ കൊച്ചു വരുമ്പോ നമ്മ തുറക്കാൻ കാര്യമായിട്ടൊന്നും സ്വീകരിക്കണ്ടേ? എടാ സീസറെ, നീ പോയി ആ ബാൻഡുകാരി ഒന്ന് ബുക്ക് ചെയ്തേ. പിന്നൊരു കണ്ടീഷൻ, പോക്കറ്റ് നന്നായി തൂരണം. പിന്നെ ചേച്ചി വരുന്നതിന് ഇത്ര എടുക്കും. യാണമടി മകളെ, ബോംബെയിലെ പോലീസ് മന്ത്രിയുടെ മകളാണ് വരണതേ. എവിടെയെങ്കിലും ഒന്ന് നിക്കുന്നു. അല്ല അല്ല, ഉറക്കപ്പാട പിശാച ഊത്തുകാരനെ കേക്കാൻ വേണ്ടേ? എന്നാ കട്ടങ്ങി എന്നതാണ് എന്നെ വരയ്ക്കാൻ നോക്കിയത്? അവിടെയുള്ള എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, നമ്മുടെ തളിക്കണ അനാമത്തെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാ? അനാമത്തെ വെള്ളമല്ല മകനെ, ആനാം വെള്ളം. അതുണ്ട് മകനെ. കൊണ്ട് മകനെ. സമയത്തില്ലെങ്കിൽ അച്ഛനെ കയറി ഞാൻ മോനെ വിളിക്കും. ചേച്ചി ഇതൊക്കെ കണ്ട വരുന്ന വഴി തിരിച്ചു പോകും. നിന്റെ അപ്പന്റെ കാര്യല്ലേ? കൊച്ചു വന്നേ. ആൾക്കാർ മാറിക്കോ. പേടിക്കണ്ട, മുതലാളി വെടിവെച്ചതാണ്. പടക്കം പടക്കം.
കുഞ്ഞിന് വഴി കൊണ്ട മാറാകണം. ഹലോ അങ്കിൾ. ഹായ് ആന്റി. ഹായ് മീനാക്ഷി. ഐ എം ബ്ലെസ്സി. കുമാരൻ സാറിന്റെ മകക്ക് കൂമ്പ് കൈ. അയ്യാമ്മേ തരകം മുതലാളി. ഇതെന്താ ഇവിടെ ഇത്ര വലിയ ആഘോഷം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി. മീനാക്ഷി കുഞ്ഞു വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ്. എന്നെ സ്വീകരിക്കാനോ? ഓ മൈ ഗോഡ്. അകത്തിരിപ്പുണ്ട്. അപ്പച്ചന്റെ സ്വീകരണമൊക്കെ എങ്ങനെയാ? തരകന്റെ തുറയെ വരണവരെ തരകൻ ഇങ്ങനെയാണ് കേട്ടാ സ്വീകരിക്കണതേ. വാ മകളെ വാ. ഏതായാലും ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ? ഫാന്റാസ്റ്റിക്. ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ ആന്റി. പിന്നെന്താണ്? എടാ അവന്മാരെ ഒന്ന് കൊതപ്പിക്കടാ. കൊച്ചു ഷൂട്ടിക്കാൻ പിടിക്കാൻ പോവുകയാണ്. ആ പിടിച്ചോ പിടിച്ചോ. പിടിക്കും മകളെ. മകളെ അവൻ മകള് പിടിക്കുന്ന ഷൂട്ടിംഗത്തിൽ അഭിനയിക്കുകയാണ്. അങ്ങാട്ടി തകർത്ത് അഭിനയിക്കണ. ഇയാളാരാ? അപ്പച്ചന്റെ സെക്യൂരിറ്റിയാ. ബ്ലാക്ക് എന്നാ പേര്. തൊറയിലെ ഗുണ്ടയാണ് കേട്ടാ. പിന്നെ ഇത്തിരി മന്ദബുദ്ധിയാണെന്ന് മാത്രം. പെണ്ണുങ്ങളെ കണ്ട അവന് വലിയ ഇഷ്ടമാണ് കേട്ടാ. ഞങ്ങളൊക്കെ ബ്ലച്ച് കൊച്ചിന്റെ കാര്യം പറഞ്ഞ് അവന് വട്ടാക്കിയിരിക്കാൻ. ബാംബെ എന്ന് വന്ന കൊച്ചു എന്നെ കളിയാക്കി ചിരിച്ചല്ലേ? ഞാൻ മന്ദബുദ്ധി ഒന്നും അല്ല കേട്ടാ. അതിന് ഞാൻ കളിയാക്കിയില്ലല്ലോ. ഹായ്, നല്ല അസ്തറിന്റെ മണം. പ്ലച്ചി കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബാംബേക്ക് പോവാം. ഇനി അതിനെ വേണമെങ്കണ്ട. മീനു എന്ത് ബോഡി സ്പ്രേ വേണോ അതിലും ഉപയോഗിച്ചു. പക്ഷെ എനിക്കിഷ്ടം കാച്ചി എണ്ണയുടെയും മുല്ലപ്പൂവിന്റെയും തുളസിയുടെയും ഗന്ധമുള്ള എന്റെ മീനാക്ഷി കുട്ടിയാണ്. ജീവിതം മുഴുവൻ ബോംബെയിലായി പോയെന്ന് വെച്ച് എന്റെ ശരീരത്തിലോടുന്ന ഒരു കേരളീയന്റെ രക്തമല്ലേ? ഓ, ഒരു കേരളീയൻ. എങ്കിൽ പിന്നെ ഞാൻ തലേ മുഴുവൻ എണ്ണയും വെച്ച് മുല്ലപ്പൂം ചൂടി മുഖത്ത് മഞ്ഞളും തേച്ച് നടക്കാം. എന്താ മതിയോ? പോരാ, കൂട്ടത്തിൽ ഇങ്ങോട്ട് വേണ. കുഞ്ഞിന്റെ മകനെ പരിചയപ്പെട്ടായിരുന്ന ഈ തൊറയിലെ ജഗജാലകില്ലാടിയാണ്. ഞാൻ അവന്റെ അപ്പം പത്രോസ് മൂപ്പൻ. ഈ പത്രാസ് മൂപ്പൻ ആളൊരു തിരുമണ്ടനാ. അല്ലല്ലല്ലല്ലല്ലല്ലേ, നിങ്ങ അവിടെ ചിരിച്ചു കളിച്ചാണ്ട് നിൽക്കുകയാണ്. നത്തോലി കളിക്കാടി ചെമ്പിൻ ചെമ്പല്ല. ഒരു വാള അയില മത്തി ആകോലി. രണ്ട് തിരുന്ന രണ്ട് കല്ലും വെക്കാം. നെയ്മീൻ ഭൂമിയിൽ ആമി. പിന്നെ നമ്മുടെ ബ്ലാക്ക് പിടിച്ചാണ്ട് വന്ന ഒരാൾ പൊക്കമുള്ള ഒരു കൊമ്പൻ സ്രാവ്. ഇതെല്ലാം അകത്ത് മേശമേ മകളെ കാത്തിരിക്കുകയാണ്. വന്ന് തിന്ന്. എന്താണ് പേസ്കറ്റ് ബെല്ലൊരു ശ്വാകാരം? മീൻ തിന്നുകയല്ലേ? എങ്കിൽ ആട് മാട് കോഴി താറാവ് മുയല് പന്നി പശു പോത്ത് പിന്നെ നല്ല കിളിന്ത് വെടിയിറച്ചി. എന്താണ് ഇത്രയൊക്കെ പോരെ മകളെ? അയ്യോ, അതല്ല പ്രശ്നം. ഇത് എന്താണ് പ്രശ്നം? ഞാൻ വെജിറ്റേറിയനാ. അത്രേ ഉള്ള. അങ്ങനെ ആയിരിക്കുമ്പോഴേ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇറച്ചി മീനൊക്കെ വാരി വലിച്ചു തിന്നു. പക്ഷെ ചുറ്റുവൃത്തിയുടെ കൂടെ നാളെ വിളക്ക് കത്തിക്കാൻ പോകത്തുള്ളൂ. അയ്യോ, അതല്ലപ്പാ. പിന്നെന്താണ്? ചേച്ചി പച്ചക്കറിയെ കഴിക്കുള്ളൂ എന്നാ പറഞ്ഞു. അതായിരുന്ന എങ്കിൽ 7 തുറയിലെ പച്ചക്കറി മേടിക്കാണ് വേറെ ബ്ലാക്ക്. ആ മൂട് കുറിക്കണ പെണ്ണുങ്ങളെ എത്തിയ എങ്കിൽ സമയം കളയാണ്ട് കുലിക്ക് തുടങ്ങാൻ പറയണ.